ആരും പോലെ ഒരു ചെറിയൊരു ചോദ്യമുണ്ട്. പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം, നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, രണ്ട് പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീവ്യവസ്ഥ ആൻഡ് പെരിഫറൽ നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട രണ്ടാളുകളാണ് മെയിൻ ആൾക്കാർ. ആരൊക്കെയായിരിക്കും? ബ്രെയിനും സ്പൈനൽ കോഡും, മസ്തിഷ്കവും സുഷുമ്നയും. പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ബ്രെയിനിൽ നിന്ന് വരുന്ന ക്രേനിയൽ നെർവ്സും സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന സ്പൈനൽ നെർവ്സും, അതായത് ശിരോനാഡികളും സുഷുമ്ന നാഡികളും. അതിൽ ശിരോനാഡികൾ അഥവാ ക്രേനിയൽ നെർവ്സ് എത്രയാണ്? 12 ജോഡിയാണ്. സുഷുമ്ന നാഡികൾ എത്ര ജോഡിയാണ്? 31 ജോഡിയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ക്രേനിയൽ നെർവ്സ് എത്രയാണ്? 12 ജോഡിയും സ്പൈനൽ നെർവ്സ് എത്രയാണ്? 31 ജോഡിയുമാണ്. അത് മാറാതിരിക്കും ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ കാർബൺ 12 ആലോചിക്കുക. കാർബൺ 12 കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ക്രേനിയൽ നെർവ്സ് എത്ര പേര്? 12 പേര്. അപ്പൊ പിന്നെ സ്പൈനൽ നെർവ്സ് എത്ര പേരായിരിക്കും? 31 പേർ. അത്ര ഓർത്താൽ മതി, സിമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം മെയിൻ ടീം, ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ആളാണ് ബ്രെയിൻ, മസ്തിഷ്കം. ഓക്കെ, ഈ മസ്തിഷ്കത്തിന് പ്രധാനമായിട്ടും 5 ഭാഗങ്ങളുണ്ട്. ഒന്ന് സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, ബ്രെയിൻ സ്റ്റെം. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, ബ്രെയിൻ സ്റ്റെം. അതിൽ ബ്രെയിൻ സ്റ്റെമ്മിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. ബ്രെയിൻ സ്റ്റെമ്മിനെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഒന്ന് മിഡ് ബ്രെയിൻ, 2 പോൺസ്, 3 മെഡുല്ല ഒബ്ലാങ്കേറ്റ, മണ്ണാങ്കട്ടയല്ല, ഒബ്ലാങ്കേറ്റ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു 5 ഭാഗത്തിൽ ഏത് ഭാഗമാണ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി, പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലനം, ബോഡി ബാലൻസിങ്, ഇക്വിലിബ്രിയം നിലനിർത്തുന്നത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കമന്റ് ചെയ്യണം. See you soon.